ഏറ്റവും മികച്ച വായുസേനാ മിസൈലുകൾ ഏതാണെന്ന് ചോദിച്ചാൽ പ്രതിരോധ വിദഗ്ധർ ആദ്യം പറയുന്ന പേര് യൂറോപ്പിന്റെ മീറ്റിയോർ എന്നാണ്. എന്നാൽ ആ മീറ്റിയോറിനെ പോലും വെല്ലുവിളിക്കാൻ കെൽപ്പുള്ള പുതിയ ബ്രഹ്മാസ്ത്രം വരുന്നു, സ്കൈസ്റ്റിംഗ്. പ്രതിരോധ മേഖലയിലെ വിദഗ്ധർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് മീറ്റിയോർ കില്ലർ എന്നാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ആഗോള പ്രതിരോധ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രധാന വിഷയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനമാണ്. ഈ നിർണായക സന്ദർശനത്തിൽ ഇന്ത്യ ഈ മിസൈലിന്റെ ലോഞ്ച് കസ്റ്റമർ ആകാൻ പോകുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എന്താണ് സ്കൈസ്റ്റിംഗ് മിസൈൽ? ചൈനയുടെയും പാകിസ്ഥാന്റെയും പക്കലുള്ള മിസൈലുകളേക്കാൾ ഇത് എങ്ങനെ കരുത്തനാകുന്നു? നമ്മുടെ തേജസിനെയും സുഖോയ് വിമാനങ്ങൾക്കും ഇത് നൽകുന്ന കരുത്ത് എത്രത്തോളമാണ്? ഇന്ത്യയുടെ വ്യോമാധിപത്യം ഉറപ്പിക്കാൻ പോകുന്ന ഈ മിസൈലിന്റെ വിസ്മയിപ്പിക്കുന്ന സാങ്കേതിക വിദ്യകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതൊരു ലോങ് റേഞ്ച് എയർ ടു എയർ മിസൈലാണ്. അതായത് വിമാനത്തിൽ നിന്നും തൊടുത്തുവിട്ട് ശത്രു വിമാനങ്ങളെ തകർക്കുന്ന ആയുധം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ദൂരപരിധിയാണ്. ഏകദേശം 250 കിലോമീറ്റർ അകലെയുള്ള ശത്രുവിനെ തകർക്കാൻ ഇതിനാകും. സാധാരണ മിസൈലുകൾ ദൂരത്തേക്ക് പോകും തോറും അവയുടെ വേഗതയും ശക്തിയും കുറയും. എന്നാൽ സ്കൈസ്റ്റിംഗ് ഇവിടെയാണ് വ്യത്യസ്തമാകുന്നത്. ഇതിൽ 3 പൾസ് പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ മിസൈൽ പറക്കുന്നതിനിടയിൽ 3 ഘട്ടങ്ങളിലായി ഇതിന്റെ എഞ്ചിൻ പ്രവർത്തിക്കും. ശത്രു വിമാനത്തിനടുത്ത് എത്തുമ്പോൾ മിസൈലിന് കൂടുതൽ ഊർജം ബാക്കിയുണ്ടാവും. ശത്രു വിമാനം വെട്ടിച്ചു മാറ്റാൻ ശ്രമിച്ചാലും ഈ മിസൈൽ വിടാതെ പിന്തുടർന്ന് തകർക്കും. ഈ മിസൈലിന്റെ ലോഞ്ച് കസ്റ്റമർ ആകാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത്. അതായത് ഈ മിസൈൽ ആദ്യമായി ഉപയോഗിക്കുന്ന രാജ്യം ഇന്ത്യ ആയിരിക്കും. നമ്മുടെ തേജസ്, സുഖോയ് എന്നീ വിമാനങ്ങളിൽ ഇത് ഘടിപ്പിക്കാനാണ് പദ്ധതി. നമ്മുടെ വിമാനങ്ങളുമായി ഈ മിസൈൽ പെട്ടെന്ന് പൊരുത്തപ്പെടും. മറ്റ് മിസൈലുകളെ പോലെ സോഫ്റ്റ്വെയർ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ആധുനിക യുദ്ധങ്ങളിൽ ശത്രുക്കൾ നമ്മുടെ മിസൈലുകളെ വഴിതെറ്റിക്കാൻ ജാമറുകൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ സ്കൈസ്റ്റിംഗിന്റെ റേഡിയോ ഫ്രീക്വൻസി സീക്കർ അതീവ നവീനമാണ്. ഏത് കടുത്ത ജാമിങ്ങിനെ മറികടക്കാനും ഇതിന് സാധിക്കും. സാധാരണ റഡാറുകളുടെ കണ്ണു വെട്ടിച്ചു പറക്കുന്ന സ്റ്റെൽത്ത് വിമാനങ്ങളെ പോലും കൃത്യമായി പിടികൂടാൻ ഇതിലെ അത്യാധുനിക സീക്കർ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആകാശത്ത് എവിടെയൊക്കെ ഒളിച്ചിരുന്നാലും ശത്രുവിനെ തപ്പിപ്പിടിച്ച് തകർക്കാൻ ഈ മിസൈലിന് ഒരു പ്രത്യേക കഴിവുണ്ട്. നിലവിൽ ഇസ്രയേലിൽ ഇതിന്റെ പരീക്ഷണങ്ങൾ വിജയകരമായി നടക്കുകയാണ്. ഇന്ത്യ കൂടി ഈ പദ്ധതിയുടെ ഭാഗമായാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ വ്യോമസേനയായി നമ്മൾ മാറും. ചൈനയ്ക്കും പാകിസ്ഥാനും ഇതൊരു വലിയ തലവേദനയാകുമെന്നതിൽ സംശയമില്ല.